തിരിച്ച് ഒരു ആന ജീവിതം ഇപ്പൊ ഡോക്ടർ നമ്മളിങ്ങനെ നടന്നു വരുമ്പോഴൊക്കെ ഡോക്ടർ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആനേനെ മോനെ എന്നൊക്കെ. അല്ലല്ല, ആനകളെ അവരായിട്ട് സംവദിക്കണം. സമ്മതിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു ധൈര്യം ഉണ്ടാവണം. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ ആന ചികിത്സ എന്താന്ന് ഇന്നലെ ഞാൻ കാണിച്ചു കൊടുത്തു. അത് വളരെ രസമായിട്ട് ആളെപ്പോഴും ടെൻഷൻ ഉണ്ടാവുന്നു. അപ്പൊ ഞാൻ ആളെ കൂടെ കൂട്ടിയിട്ട് നടന്നു. ഒരു കോൺഫിഡൻസ് കൊടുക്കലാണ് എൻ്റെ ഒരു വലിയ കാര്യം. അപ്പൊ ആനയുടെ കൊമ്പില് പഴുപ്പാണ്. അപ്പൊ കൊമ്പ് പരിശോധിക്കാനാണ് പോകുന്നത്. ഡോക്ടറാണ്. അപ്പൊ ഡോക്ടർക്ക് അന്ന് ഡോക്ടറിനെ പരിശീലിപ്പിച്ച പോലെ ഇപ്പൊ ഡോക്ടർ കുറച്ച് പേരെ കൊണ്ടുപോകും. അത് ഞാൻ ഇന്നലെ അത് ചിന്തിച്ചോണ്ട് ചെയ്താ. അത് എന്റെ സുഹൃത്ത് അത് ചോദിച്ചാൽ അറിയാം. അവരോട് എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പോയി അവിടെ എത്തി ആനനെ നമ്മൾ പരിശോധിക്കുന്നു, കാര്യങ്ങളും അനുസരണം മരുന്നു. അപ്പൊ ആനനെ കെട്ടിയിട്ടില്ല, ചങ്ങലക്കിട്ടിട്ടില്ല. ആന ഉത്സവപ്പറമ്പിൽ നിന്ന് കയറി വന്ന് നമ്മൾ നോക്കട്ടെ, ആന കണ്ണ് തുറന്നു നോക്കില്ലേ, അതുപോലെ ആനയുടെ കൊമ്പ് പോയി പഴുപ്പ് കണ്ടു. പഴുപ്പിൽ നമ്മൾ മരുന്നടിച്ചു. ചങ്ങല ബന്ധിച്ചില്ലേ, പാപ്പാൻ പിടിച്ചിട്ടുള്ളൂ. ആനയ്ക്ക് നമ്മൾ എന്ത് വേണമെങ്കിൽ ചെയ്യാം. കഴിഞ്ഞ ദിവസം ആന പൂജാരിനെ പൊക്കിയില്ലേ, അതുപോലെ പൊക്കാൻ അധികം നേരം വേണ്ട. പക്ഷെ നമ്മളൊരു കോൺഫിഡൻസിൽ ഇത് ചെയ്യുകയാണെങ്കിൽ ആനയ്ക്കറിയാം ഇത് അവന്റെ വെൽബീയിങ്ങിനുള്ളതാണ്. അത് കഴിഞ്ഞ സാധനം അടച്ചു, നമ്മൾ കൃത്യമായിട്ട് അടച്ചു, തിരിച്ച് പാക്ക് ചെയ്ത് പോന്നു. എന്നിട്ട് തിരിച്ച് ഞാൻ വണ്ടി ഓടിച്ച് ഇവിടെ എത്തി. അപ്പൊ അത് ആളെ പഠിപ്പിക്കുന്നത് എന്താ, ഇങ്ങനെ വേണം ചെയ്യാൻ. ഞാൻ അതിനിടയിൽ സംസാരമൊന്നുമില്ല ആളായിട്ട്. കണ്ടുപിടിക്കട്ടെ ഇങ്ങനെ ചെയ്യും, ഒന്നുമില്ല. അത് എന്നെ സാർമാർ അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത് വലിയ ഡിസ്കഷൻ അല്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സംസാരിക്കുമ്പോ കൂടുതൽ സംശയം മറ്റുള്ളവർക്കും വരും. നമ്മൾക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോ ചിലപ്പോൾ അതിന്റെ വശങ്ങൾ അപ്പൊ ഇങ്ങോട്ട് ഡൗട്ട് ചോദിച്ചു, അപ്പൊ അത് ക്ലാരിറ്റി. പക്ഷെ ഒരു കേസ് ചെയ്യുമ്പോൾ, ഒരു സർജറി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാണ്, ഒരു സർജറി പേഷ്യന്റ് ഡോക്ടർമാർ വായിക്ക് കേട്ടി പിന്നെ മിണ്ടില്ല. അവർ ആ കാര്യം കൃത്യം ഇങ്ങനെ കൈകൊണ്ടുള്ള ആക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ സംസാരം ഉണ്ടാവില്ല അവിടെ. ചോദിക്കേണ്ട സാധനങ്ങൾ അങ്ങനെ കാണിക്കുള്ളൂ. അപ്പൊ അലീസ് ഫോസപ്സ്, അപ്പൊ അതിനൊരു കോഡുണ്ട് അലീസ് എന്നുള്ള, അപ്പൊ അല്ലെങ്കിൽ ആർട്ടറി, അത് അവർക്ക് എടുത്തു കൊടുക്കാൻ മാത്രമല്ല. അപ്പൊ സംസാരം അല്ല വലുത്, ആ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് സർജിക്കൽ മൈൻഡിൽ വേണം ഏത് കാര്യം ചെയ്യാൻ. ഞാൻ ആന എടുത്തപ്പോൾ എപ്പോഴും അങ്ങനെ ചെയ്യാം. കാരണം നമ്മളുണ്ടാക്കുന്ന ശബ്ദങ്ങൾ, നമ്മളുണ്ടാക്കുന്ന ടെൻഷന്, നമ്മൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് ടെൻഷൻ വന്നാൽ അത് ആനയെ ബാധിക്കും. ആനയുടെ മൈൻഡാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അത് അവിടെ നമ്മൾ ഹാപ്പി ആയിരിക്കണം, ഹാപ്പി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക, ഒരു ടെൻഷനും പാടില്ല. അപ്പൊ നമ്മുടെ ഹാപ്പി മൈൻഡിലാകുമ്പോ നമുക്ക് അഡ്രിനാലിൻ ഉണ്ടാവില്ല ശരീരത്തിൽ. അപ്പൊ അഡ്രിനാലിൻ ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആനയെ സംബന്ധിച്ചിട്ട് നമ്മള് അവന്റെ നല്ലൊരു സുഹൃത്താ. നമ്മുടെ ശരീരത്തിൽ എപ്പോ അഡ്രിനാലിൻ വരുന്നു അപ്പൊ നമ്മൾ അവന്റെ ശത്രുവായി. മാത്രമല്ല സ്മെല്ല് അതല്ലേ അഡ്രിനാലിൻ നോക്കിയിട്ടാണ്. അതല്ല ആളുകൾ പറഞ്ഞത്, ഇങ്ങനെ ചൂണ്ടുവരൽ ആനനെ നിർത്തിയെന്ന് സത്യ നിർത്താൻ പറ്റും. ആ ഒരു ചൂണ്ടുവരൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ അഡ്രിനാലിൻ ഇല്ല. അപ്പൊ ആനയ്ക്ക് അഡ്രിനാലിൻ വരും. ഇത് നേരെ തിരിച്ചാവുമ്പോ അപ്പൊ ആന തിരിച്ചു പോവും, അറ്റാക്ക് ചെയ്യില്ല. അങ്ങനെ പല കേസുകളുണ്ട്. അത് ശരിക്കും ഡോക്ടർ പറയണത് ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ഈ ഡോക്ടർ പറയണ ഈ ഒരു സ്നേഹം അത് ആനയ്ക്കും ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ? ഉറപ്പായിട്ടും നമ്മൾ കാണണല്ലേ. നമ്മൾ പറയുമ്പോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ആന ചികിത്സ പോയപ്പോഴേ അവിടെ പാപ്പാനും ഇല്ല, ഉടമസ്ഥനും ഇല്ല, ആരും ഇല്ല. അപ്പൊ ഞങ്ങൾ എന്താ മോനെ വിശേഷം? അപ്പൊ അങ്ങനെ സംസാരിച്ച് വളരെ എന്താ പറയാ, വിളിക്കരാ ഉടമസ്ഥനെ വിളിക്കരാന്ന് പറഞ്ഞു. ഒറ്റ കാറിലാനാ. അത് ഭയങ്കര, അത് പക്ഷെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. വിളിക്കരാ നിന്റെ ഉടമസ്ഥനെ എന്ന് പറഞ്ഞു. വെറുതെ ഞങ്ങള് അവനോട് സ്നേഹം കൊണ്ട് ഒറ്റ വിളിയാള്. ആന നമുക്ക് ഇതിന് മുന്നേ ഇഞ്ചക്ഷൻ ചെയ്യാൻ പോലും പറ്റിയിരുന്നില്ല. മേത്ത് സൂചി കുത്താൻ സമ്മതിക്കില്ല, അപ്പൊ ചാടി എനിക്കും. ഇതിപ്പോ ഇന്ന് ചെന്നിട്ട് പാപ്പ അല്ലെങ്കിലും ഞാൻ കിടന്നാലും എന്നെ ഇഞ്ചക്ഷൻ ചെയ്തോളാം പറയാള്. അത്രയും അതിന് ആരോഗ്യം കൊടുക്കലാണ്. നമ്മൾ അതിന് കൃത്യമായിട്ട് ആരോഗ്യം കൊടുക്കുന്നുണ്ട്. 15 ദിവസം കൂടുമ്പോ അവന് ഹെൽത്ത് കൊടുക്കും. അപ്പൊ അവന് മനസ്സിലായി ഇദ്ദേഹം വന്ന് പോകുമ്പോ എനിക്കൊരു ഉഷാറുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ബന്ധു വീട്ടിൽ നിന്ന് എളാമ വരുമ്പോ നമുക്ക് അതിന് സന്തോഷാ. കാരണം കുറെ മിക്സറും കുറെ ഇതൊക്കെ ആയിട്ടാണ് അന്ന് കാലത്ത് വരും, പഠിക്കുന്ന കാലത്ത്. അപ്പൊ അവര് വരാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ശനിയാഴ്ചയാണ് വരിക. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷാ. ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് അവര് വരും. അപ്പൊ അതുപോലെ ആനയ്ക്ക് നമ്മൾ ചെന്നിട്ട് ആ ടോണിക്ക് കിട്ടിയിട്ട് അവൻ ആലോചിക്കാം, കിടന്നിട്ട് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുള്ള ആനയാണേ. ഇപ്പൊ എവിടെ കിടന്നാലും കിടന്നുറങ്ങും, എവിടെയും ചാടി. എനിക്ക് ആരോഗ്യം കൊടുക്കുക നമ്മള്. അത് ഭക്ഷണത്തിലൂടെ അല്ലെങ്കിൽ നമ്മള് പിന്നെ ഞരമ്പിലൂടെ കൊടുത്ത ആരോഗ്യം അത് 15 ദിവസം റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആന ഹാപ്പിയാ. അപ്പൊ അത് ലവ് അല്ലേ? അല്ലാതെ അവര് മനസ്സിലാക്കാണ്ട് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എന്നോട് ദേഷ്യം കാണിക്കില്ലേ? ഇഞ്ചക്ഷൻ ചെയ്യുന്ന ആളെന്ന് ദേഷ്യമല്ല, വാ എടുക്കാം ഇപ്പൊ ചെയ്തോ. ഞാൻ എവിടെയോ വല്ല മുറിവൊക്കെ ഉണ്ട്, അപ്പൊ എവിടെയെങ്കിലും മുറിവൊക്കെ കാണിച്ചു തരുമൊക്കെ ചെയ്യാം. അങ്ങനെ ഞാൻ പലപ്പോഴും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, പാപ്പാൻ പോലും കാണാത്ത നമ്മളൊന്നും നിർബന്ധിച്ചെന്ന് ചോദിച്ചാൽ മതി. എന്താടാ വല്ല കുഴപ്പമുണ്ടോന്നൊക്കെ ചോദിച്ചാൽ അവനറിയാതെ. അപ്പൊ അവൻ പതുക്കെ പാപ്പാൻ ശ്രദ്ധിക്കാതെ നമുക്ക് തൊട്ട് കാണിച്ചു തരും ചിലപ്പോ.
പാപ്പാനെ പിന്നെ ധാരാളം ഉണ്ട്. അപ്പൊ പാപ്പനോട് ആ മുറിവ് അത് പറ്റിയ ആന നമുക്ക് കാണിച്ചെന്നാ, പാപ്പ കാണിച്ചെന്നല്ല. നമ്മള് പാപ്പാന്റെ അടുത്ത് ചോദിക്കും ആ മുറിവ് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും. കാരണം ആന അപ്പൊ നമുക്കത് കാണിച്ചെന്നുണ്ടാവും. അങ്ങനത്തെ കുറെ നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് മനുഷ്യരെ കൂടെ ജീവിക്കുന്ന മൃഗം ഇത്രയും വലിയ ആരവത്തിന്റെ ഇടയിൽ വളരെ സിമ്പിളായിട്ട് നിൽക്കില്ല. ആ ഒരു മനുഷ്യന്റെ ചെറിയൊരു മനുഷ്യന്റെ അടുത്ത് ഇത്രയും വലിയ ശരീരം നിൽക്കണമെങ്കിൽ അത് മനുഷ്യനായിട്ട് നല്ലൊരു ഒരു സംവേദമുണ്ട്. അതിനെ ആളുകൾ കുറ്റം പറയാ, അതെന്താ മന്യമൃഗം അല്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിക്കാൻ പോയത് ഈ ഞാൻ പഠിച്ചിട്ടുള്ള ഒരു വൈലപ്പള്ളിയുടെ ഒക്കെ സഖിന്റെ മകൻ എന്നൊക്കെ ഉള്ളതില് ഒരു ആനയുടെ ഒരു വികാരമൊക്കെയാണ് നമ്മൾ അതിൽ കാണുന്നത്. അപ്പൊ എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇതിങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും അയ്യോ ഇത്രയും ഇത് കാടിന്റെ ഉള്ളില് ഇത്രയും സുഖിച്ച് ജീവിക്കേണ്ടതല്ല. അതിന്റെ അച്ഛന്റെ അമ്മയുടെയും ജീവിതം അതിന്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ ജീവിക്കും. മാത്രമല്ല ഇതിനെ ഒറ്റപ്പെടുത്തി കൂട്ടായിട്ട് നടക്കേണ്ടതല്ലേ. സഖിന്റെ മൈന്ന് എഴുതാനുള്ള കാരണം എന്താ? കാരണം അദ്ദേഹം ആനകളെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ആള് സഖിന്റെ മൈനിലേക്ക് പോയത് തന്നെ. ആന എന്നത് ആയിരക്കണക്കിന് വർഷം മുന്നേ തന്നെ മനുഷ്യന്റെ സഹവാസമായിരുന്നു. കാരണം ആ ഒരു ജീവി കാട്ടിൽ ജീവിക്കുകയാണെങ്കിൽ എത്ര കാലം ജീവിക്കും എന്ന് ചോദിച്ചാൽ ഇതിന്റെ പകുതി കാലം ജീവിക്കില്ല. കൊമ്പനാനകളാണെങ്കിൽ പ്രത്യേകിച്ച് എത്രയും വേഗം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവന്റെ മുഖത്തിരിക്കണ 2 കൊമ്പ് മതി അവന്റെ ശാപം. ആ കൊമ്പിന് വേണ്ടി അവൻ കൊല ചെയ്യപ്പെടും എന്ന് കൃത്യമായിട്ട് അറിയാം. പിടിയാനെ അധികം ആരും കൊല്ലില്ല, അതിനെ കൊന്നിട്ട് കാര്യമില്ല. പക്ഷെ കൊമ്പനാനയ്ക്ക് കൊന്നു കഴിഞ്ഞാൽ നല്ല 2 കൊമ്പ് കിട്ടി കഴിഞ്ഞാൽ നല്ല മാർക്കറ്റില്, ബ്ലാക്ക് മാർക്കറ്റിൽ നല്ല വാല്യൂ. അപ്പൊ അത്തരം ആനകളെ നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയല്ലേ. ഇവിടെ നിൽക്കുന്ന കൊമ്പനാനയുടെ കൊമ്പ് നോക്കി ഇങ്ങനെ ഒരു കൊമ്പനാനെ കാട്ടിൽ തന്നെ കാണാൻ പറ്റില്ല, വളരെ റയറായിട്ട് കാണാൻ പറ്റുള്ളൂ. ഇത് എത്ര വർഷമായിട്ട് ഇവിടെ നിൽക്കുന്ന ആനകളാ. അപ്പൊ ഇത് നമ്മളുടെ മനുഷ്യൻ തന്നെ സംരക്ഷിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടം നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് കാലത്ത് മനുഷ്യനെ സഹായിയായിട്ടാണ് നിന്നിരുന്നത്. ജീവിക്കാൻ പറ്റുന്ന ഒരു മൃഗം തെളിയിച്ചു, അല്ലെങ്കിൽ കൊണ്ടടക്കില്ലല്ലോ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും അങ്ങനെ ഇതേപോലെ വേറെ ഏതെങ്കിലും മൃഗത്തിനെ വളർത്തുന്നത്, പശു ഉണ്ട് അല്ലെങ്കിൽ ആടുണ്ട്, അതൊക്കെ ഒരു യൂട്ടിലിറ്റിയാ. ഇനി അതിനെ നമ്മൾ ഒമനിച്ച് വളർത്തുന്നുണ്ട്. പക്ഷെ അതിനെ നമ്മൾ പാല് കറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഇറച്ചി വിട്ടുകാരൻ വന്ന് മേടിച്ചോണ്ട് പോയില്ലേ ഇല്ലേ? അപ്പോ അതിനെ നമ്മള് സംരക്ഷിക്കേണ്ടത് സംരക്ഷിക്കുന്നുണ്ട്. നമുക്ക് അതിന്റെ ആവശ്യം കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞാൽ അത് അടുത്ത അല്ലെങ്കിൽ മോളുടെ കല്യാണം വരുന്നവർക്ക് കാശ് ആവശ്യമുണ്ട്. ഒരു കറവ പശുവിനെ വിൽക്കും, 50,000 കിട്ടിയാൽ വിൽക്കും. അങ്ങനെ അതൊരു എന്താ പറയാ ഒരു മൈക്രോ എക്കണോമിയുടെ ഭാഗമാണ്. ആനനെ പക്ഷെ നിവൃത്തിയൊന്നും ആന എന്ത് ചെയ്യാൻ പറ്റും? വളർത്തന്നെ ചെയ്യും. ഒരാളും ഇഷ്ടം കൊണ്ട് അതൊരു സന്തോഷം. അമ്പലങ്ങള് അതിന്റെ അവസാനം വരെ നമ്മൾ എന്താ പറയാ തുടക്കം സാമ്പത്തികമായിട്ട് യാതൊരു ലാഭം ഇല്ലെങ്കിൽ എത്രയോ ആളുകൾ അങ്ങനെ വളർത്തിട്ടുണ്ട്. അപ്പൊ ചിലത് അത്യാവശ്യം ഉത്സവത്തിനൊക്കെ ഒരു വരുമാനം കിട്ടും. പിന്നെ നമ്മള് കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ഇതൊക്കെ നോക്കുമ്പോ എത്ര ഇരട്ടി ഭക്ഷണം കഴിക്കും. 200 കിലോ ഭക്ഷണം കഴിക്കണം, 200 ലിറ്റർ വെള്ളം കൂടി കുടിക്കണം. ഇത് രണ്ടും ചെയ്യേണ്ട ശരീരത്തിൽ ആ ഒരു ദിവസം. അപ്പൊ അത് ചെല്ലുമ്പോ അതിനനുസരിച്ചുള്ള ഒരു ചെലവ് അവിടെ ഉണ്ട്. ആ ചെലവ് കണ്ടെത്തേണ്ടത് അന്ന് കാലത്ത് തന്നെ നമ്മുടെ പിതാമന്മാര് അത് കണ്ടെത്തിന് ഉത്സവത്തിന് പോവുക. അപ്പൊ അതിനൊരു കാശ് കിട്ടും. ഒരു കുടുംബം എത്ര കുടുംബം കഴിഞ്ഞ ആനയില് പാപ്പാൻ 2 3 പാപ്പാൻ, ഒരു 3ആയി എൻ്റെ ഉടമസ്ഥൻ. ഇപ്പൊ ലോറി ഉണ്ട്, ലോറി ഡ്രൈവർ. പിന്നെ അതിന്റെ ആഭരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് കഴിഞ്ഞ ഉത്സവങ്ങളിൽ അങ്ങനെ ഈ ഒരു ആനയായിട്ട് അങ്ങനെ ഒരുപാട് അത് ഈ കൾച്ചർ ലോകത്തിൽ നമ്മളവിടെ ഉള്ളൂ. ശ്രീലങ്ക പോയാൽ നിങ്ങൾക്ക് കുറെ ആന നിൽക്കണ കാണാം. അതായത് കാഴ്ചബംഗ്ലാവിൽ നിർത്തി അത്രേ ഉള്ളൂ. അവർ റൈഡിങ് വേണമെങ്കിൽ ചെയ്യും. അതിപ്പോ നമ്മളിപ്പോ ഈവൻ ആസാമിൽ പോയി റൈഡ് തരും കാടിനുള്ളിലൂടെ കാണാനായിട്ട്. തായ്ലൻഡിലൊക്കെ അങ്ങനെ റൈഡ്, അല്ലെങ്കിൽ അവർ പന്ത് കളിക്കുന്ന അവർക്കൊരു പന്തിട്ട് കൊടുക്കുക, അവർ തട്ടി കളിക്കുക. അത് കണ്ട് നമ്മൾ സന്തോഷിക്കും. ഇതൊക്കെയാണ് നമ്മൾ. പക്ഷെ ഇവിടെ അതല്ലേ, ഇവൻ നമ്മൾ കെട്ടിപ്പിടിച്ച് നമ്മളതിനെ കുളിപ്പിച്ച് നമ്മളതിനെ കുറിതൊട്ട് നമ്മുടെ ഭഗവാനെ ശിരസിൽ അതിന്റെ ശിരസിലേറ്റ് ഇങ്ങനെ അതിന്റെ മന്ദമന്ദമായിട്ടുള്ള ആന നടത്തൊക്കെ കണ്ട് ആസ്വദിക്കുക. ആനക്ക് എൻജോയ് ഇല്ലെങ്കിൽ ഈ പറയണ മാതിരി നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അപ്പൊ റിലക്റ്റന്റ് ആവണ്ട എപ്പോഴും. അപ്പൊ ആനക്ക് ഭക്ഷണം കിട്ടണം. ആനയുടെ മെയിൻ പ്രശ്നം ഭക്ഷണം വെള്ളം. ഇത് രണ്ടും കിട്ടി കഴിഞ്ഞാൽ ഞാൻ എന്തിനു തയ്യാറാ. ഇത് കൊടുക്കാതെ നോക്കുമ്പോഴാണ് ഈ വിഷയങ്ങള്. സമയത്തിന് ഭക്ഷണം കൊടുക്കണം. നമുക്കല്ലേ ഇതാന്ന് വെച്ചാൽ 18 മണിക്കൂർ തിന്നണ ജീവിയാ. നമ്മുടെ മാതിരിയുള്ള ദഹനമൊന്നുമല്ല അവര്. അപ്പൊ അതിനനുസരിച്ച് ഭക്ഷണം കൊടുത്ത് പാപ്പന്മാര് കൊടുത്ത് ഇപ്പൊ ഉത്സവത്തിന് അവർക്ക് ഓരോ കമ്പ് കൊട്ടി ഇങ്ങനെ ബിസ്ക്കറ്റ് കൊടുക്കുന്നമാര് കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ ആനക്ക് അത് മതി. ആനക്ക് ആ നേരത്ത് ഇപ്പൊ തലക്കെട്ടും ഇതൊന്നും ആനക്ക് വിഷയമല്ല. നല്ല ഭക്ഷണം കിട്ടണം, പിന്നെ വെള്ളം കിട്ടണം. അതൊരു സിസ്റ്റമാണ്. ഇനി ഇതൊന്നും വേണ്ടെന്ന് ചിന്തിക്കണമെങ്കിൽ ആയിക്കോട്ടെ. മനുഷ്യര് എപ്പോഴും ഏതൊരു കാര്യത്തിന് 2 ഭാഗം ഉണ്ടാവും. ആന ചങ്ങലക്ക് ഇടണം. ചങ്ങലല്ലാണ്ട് ഇതിനെ കൂട്ടിലിടാൻ പറ്റുമോ? നമ്മള് നായക്ക് ചങ്ങലുണ്ട്, അതിന് കുഴപ്പമില്ല ആളുകൾക്ക്.
ഓരോ ജംഗ്ഷനിലും നോക്കിക്കോ, ഓരോ ജംഗ്ഷനിലും ഇന്ന് പെറ്റ് ഷോപ്പുകളുണ്ട്. പാമ്പിനൊക്കെ കഴുത്തിലിട്ട് കിടക്കുക, കുറെ മൃഗങ്ങള്, വന്യമൃഗങ്ങള്, അതിനൊന്നും ആർക്കും ഒരു പരാതിയില്ല. അതിനോടുള്ള അതിനിഷ്ടം, ചിലവർ അതിന്റെ ഇഷ്ടം കൊണ്ട് അതിനിപ്പോ കുറെ ടൈപ്പ് എലികളുണ്ട്, ഇഗ്വാനകളുണ്ട്, കുറെ പക്ഷികളുണ്ട്, ഇതിനൊക്കെ വളർത്തുന്നുണ്ട്, ഇതിനൊക്കെ പെർമിഷൻ ഉണ്ട്. ആന മാത്രം വരുമ്പോ ഈ ആനയുടെ കാര്യത്തിലാണ് ആളുകൾക്ക് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പബ്ലിസിറ്റി. ആന എന്ന് പറയുന്നത് ഒരു ഐക്കണാ. അത് ഒരു പക്ഷെ നല്ല ഒരു ഫിലിം സ്റ്റാറിന്റെ വാല്യൂ ആനയ്ക്കുണ്ട്. അപ്പൊ അതിന്റെ പുറകിൽ സംസാരിക്കാൻ വരുമ്പോ അതിന്റെ NGO-കൾക്ക് പിന്നെ പണമുണ്ട്. പിന്നെ ആന എന്ന് പറയുന്നത് കൾച്ചർ ആൻഡ് ട്രഡീഷന്റെ ഭാഗമാട്ടോ. ആ കൾച്ചർ ആൻഡ് ട്രഡീഷന്റെ ഭാഗം ഗുരുവായൂർ തന്നെ അറിയാലോ, എഴുന്നു ശീവേലി, ആനയില്ല ശീവേലി എന്നൊക്കെ പറഞ്ഞത് ആനയോട്ടം, അതൊക്കെ ഒരു കൾച്ചറിന്റെ ഭാഗം. നമ്മളെ അടുപ്പിക്കാനായിട്ട് എൻ്റെ നാട്ടിലത്തെ എൻ്റെ ഒരു ഉത്സവം എന്ന് പറയുന്നത് ആ നാട്ടിലത്തെ ജനങ്ങളെ അടുപ്പിക്കാനുള്ള ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചൊരു കൾച്ചറാ. നമുക്ക് വേറെ ഇതൊന്നുമില്ല, വേറെ നമ്മളോട് ആരും പറയണില്ല അമ്പലത്തിൽ പോവാൻ, ആരും പറയണില്ല. ഞാൻ അനുഭവിച്ചിട്ടില്ല. ഞാൻ വളരെ ഫ്രീഡം ഓഫ് ഒരു പേഴ്സണാ, ഫ്രീഡം ഓഫ് റിലിജിയൻ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഭയങ്കര കാര്യമല്ലേ. പക്ഷെ ഇവരൊക്കെ ഒന്നിക്കണ ഒരു ദിവസം ഉണ്ടാവും, അന്ന് പോയി കാണുക. അപ്പൊ അവിടെ പോയി എല്ലാവരും കണ്ടു, ഭയങ്കര സന്തോഷം. അപ്പൊ പറ വെച്ചിട്ട് വരാം, അതൊക്കെ ഒരു ഭയങ്കര. അപ്പൊ ആ ട്രഡീഷൻ ആൻഡ് കൾച്ചർ ഏറ്റവും മുഖ്യമായ പങ്കുവഹിക്കുന്ന ഒരാളാണ് ആന. പ്രത്യേകിച്ച് നമുക്ക് തൃശ്ശൂർക്കാർക്ക് തൃശ്ശൂർ പൂരം വേൾഡിൽ അറിയപ്പെടുന്നത് എങ്ങനെയാ? തൃശ്ശൂർ അറിയപ്പെടുന്നത് തൃശ്ശൂർ പൂരത്തിന്റെ മെയിൻ അന്തസത്ത ഏതാ? ആന തന്നെയാ. ആനയില്ലെങ്കിൽ അതോടുകൂടിയിട്ട് അത് പിന്നെ അതിന് ശോഭ പോയി. മേള എവിടെയാണ് നടത്താം. ഇപ്പൊ ദുബായില് ആനപ്പൂരം നടത്തുന്നുണ്ട്, പക്ഷെ ആനയില്ല. എല്ലാം നമ്മുടെ ഇവിടത്തെ മെയിൻ കൊട്ടുകാർ തന്നെ അവിടെ പോയി കൊട്ടിയത്. മേള ഉണ്ട്, പക്ഷെ ആനയില്ല. അപ്പൊ തൃശ്ശൂർ പൂരമായി അവിടെ. അപ്പൊ തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോ ലൈവായിട്ടുള്ള ആനകളുടെ. ശരിക്കും ഡോക്ടർ എന്താ വിചാരിക്കണം ഇതിന് പുറകില്? അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെ മനഃപൂർവ്വമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, മനഃപൂർവ്വമായിട്ടുള്ള നമ്മളെ സമീപിക്കാറുണ്ടല്ലോ NGO-കള്. പിന്നെ നമ്മൾ അവർക്ക് വേണ്ടി സംസാരിച്ചാൽ നമുക്ക് അതിനുള്ള ഫണ്ടിങ് അവർ തരും. പിന്നെ നിങ്ങൾ നെഗറ്റീവ് നമ്മൾ നിൽക്കില്ല എന്നുള്ളത് നമ്മുടെ ഉള്ളില് വികാരമാണ്. കാരണം ഞാൻ ജീവിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാ. ഞാൻ എന്നെ പഠിപ്പിച്ച എൻ്റെ അധ്യാപകരെയും പണിക്കർ സാറ്, കൈമൾ സാർ ചേരുന്നത്, അവർ എന്നെ ഒരു ബാറ്റൺ ഏൽപ്പിച്ചിട്ടുണ്ട്. മോനത് കൊണ്ടു നടക്കണട്ടാ. ഞാൻ അടുത്തൊരാൾക്ക് കൈമാറുമ്പോ ഞാൻ ഇങ്ങനെ ഷെയ്ക്കിൻ്റെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, ഒരു ബാറ്റൺ കൈമാറണം, എന്നാൽ മാത്രമേ അത് മുന്നോട്ട് പോവുള്ളൂ. അപ്പൊ അതിനു വേണ്ടി ഞാൻ നിൽക്കണം. ആ നിൽക്കണമെങ്കിൽ ചിലപ്പോൾ ചില ആളുകളെ വിഷമിപ്പിക്കേണ്ടി വരും, ചില ആളുകളുടെ അപ്രിയ കഥാപാത്രമായി മാറേണ്ടി വരും. അതൊക്കെ ഞാൻ അനുഭവിക്കാറുണ്ട്. എന്നെ 2012 കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ബാൻ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ഗിരിദാസ് അദ്ദേഹത്തിനെ എന്നെ കട്ട് ത്രോട്ട് ചെയ്തിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. പക്ഷെ അവര് ചെയ്യുന്ന തെറ്റാന്ന്. പക്ഷെ ഡോക്ടറുടെ കൂടെ ലക്ഷക്കണക്കിനുള്ള ഒരു ആനപ്രേമികളും തീർച്ചയായിട്ടും ഉണ്ടല്ലോ. കാരണം അവര് ഭരണകൂടത്തിന്റെ ഒരു ക്രിയാണത്. ഞാൻ അവർക്കറിയാം ഞാനും ഭരണകൂടത്തിന്റെ ആൾ തന്നെയാ. തുടങ്ങണത് 96 ഭരണകൂടത്തിന്റെ ആളായിട്ട് തുടങ്ങിയിട്ടുള്ള ആളാ. ആ ഭരണകൂടത്തില് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ മറ്റോൻ എന്ത് ചെയ്താലും അവൻ വായിക്കുന്ന ഫയലും ഞാൻ വായിക്കുന്ന ഫയലും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. അവൻ ശമ്പളം മേടിക്കുന്നത് ട്രഷറിന്ന, ഞാനും ശമ്പളം മേടിക്കുന്നത് ട്രഷറിന്ന. അങ്ങനെയുള്ള എന്നെ വരെ കട്ട് ത്രോട്ട് ചെയ്യാനായിട്ട് ഈ NGO-കളുടെ പ്രഷർ കൊണ്ട്. അപ്പൊ അവര് ചിലപ്പോ വല്ല കോഴിക്കാലും മദ്യം കഴിച്ചിട്ടാണ് നമുക്കെതിരെ തിരിയണത്. പക്ഷെ അതിനെ നമ്മൾ തിരിച്ചറിയും. നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ആനകളെ കൊണ്ടുവരാൻ പാടില്ല എന്നിട്ട് മേനകാഗാന്ധി, അവർക്ക് വേറെ ഒരു പണിയില്ല. അവര് ഭയങ്കര ക്രൂരമായ രീതിയിലാണ് ഓരോന്ന് ഇടപെടുന്നത്. കാരണം വെറ്റിനറി പഠിക്കുന്ന ഞങ്ങൾക്ക് അന്ന് കാലത്തൊക്കെ ഡിസെക്ഷൻ ചെയ്യാൻ ബോഡി കിട്ടും. മേനകാഗാന്ധി ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇങ്ങനത്തെ ഡിസെക്ഷനെ ഒഴിവാക്കി. ഇന്ന് സുവോളജി പഠിക്കുന്ന പിള്ളേർക്ക് ഒരു പെട്ടിപ്പാറ്റനെ തുറന്നു നോക്കാൻ പാടില്ല, തവളനെ തുറന്നു നോക്കാൻ പാടില്ല. അതാണ് നമ്മളെ നശിപ്പിക്കുക. അതാണ് നമ്മുടെ സിസ്റ്റത്തിനെ നശിപ്പിക്കലാണ് അവരൊക്കെ ചെയ്യണത്. NGO-കളുടെ ഒരു കടന്നുകയറ്റം അതാണ്. കാരണം അനാട്ടമി പഠിക്കണോ, ഇപ്പൊ മനുഷ്യന്റെ പഠിക്കുമ്പോ അനാട്ടമി പഠിക്കന്നെ വേണം. എന്നാലല്ല ആ ഡോക്ടർ കൃത്യമായിട്ട് അനാട്ടമി പഠിച്ചത് ഡെഡ് ബോഡി കടാവറിലാണ് ചെയ്യണത്. ഇവിടെ അതും പാടില്ല. ഇപ്പൊ പശു എന്നാ ഒരു ഡമ്മി ഉണ്ടാക്കി, ഡമ്മിയിൽ പഠിച്ചാന്ന്. പക്ഷെ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ജീവനുള്ളതല്ലേ? ജീവനുള്ളതിനെ നമുക്ക് ഇപ്പൊ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ കാലത്ത് ഒരു ഡോക്ടറാണ് വാർത്തെടുക്കുന്നത്. ഈ മേഖലയില് പ്രവർത്തന പരിചയം ഉണ്ടാക്കിയ ഒരു ഡോക്ടർ ചോര കണ്ട പേടി വരില്ല. ഇപ്പൊ IV ചെയ്യുമ്പോ ചോര കണ്ട പേടി പറഞ്ഞ ഡോക്ടർക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആ ഡോക്ടറെ പിന്നെ കർഷകൻ വേറെ വണ്ടിയിലെടുത്തിട്ട് ആശുപത്രി കൊണ്ടുപോകണം.
അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പൊ അതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് വെറ്റിനറി കോളേജൊക്കെ. അവിടെ ഈ കടാവർ ഇതൊന്നും ഡിസെക്ഷനൊക്കെ ഒഴിവാക്കി. അത് മനോഗാന്ധിയുടെ NGOയുടെ വലിയ വലിയ സംഭാവനകളാ. ഇന്ത്യയിൽ കാണിച്ചു കൂട്ടിയ ഒരു സംഭാവനയാണത്. ഇതിനെ ചോദിക്കാൻ ആരുമില്ല. അവർക്കെതിരെ സംസാരിച്ച് അവർ അടുത്ത ദിവസം എന്നെ ഫോൺ ചെയ്യും, തെറി വിളിക്കുക അവര് നമ്മളെ. അവർക്ക് എന്താ പറയാ, ഒരു തരം മാനസികാവസ്ഥയാ എന്നെ തെറി വിളിക്കുക. എന്താ കാര്യം? എന്നാ ഈ തെരുവുനായ്ക്കളുടെ അങ്ങനത്തെ അതില് ഇപ്പൊ ഇവിടെ രാമചന്ദ്രൻ തന്നെ ആന ഇവിടെ ഉണ്ടായിരുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് രാമചന്ദ്രൻ ഉണ്ടായിരുന്നു. തെച്ചിക്കോട് രാമചന്ദ്രനെതിരെ അവർ ഭയങ്കര ഹൈപ്പായിട്ട് അവനെ അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് രാമചന്ദ്രന്റെ ഫോട്ടോ കാണിക്കും. ഇതാണ് രാമചന്ദ്രൻ കുഴപ്പമില്ലാണ്ട് നിൽക്കണമെന്ന് പറയും. അതാണല്ലോ കുഴപ്പമില്ല. അങ്ങനെ മേനകാന്തിക്ക് ലൈവ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവര് ചെയ്യുന്ന തെറ്റിനെ ഞാൻ ചൂണ്ടി കാണിച്ചിട്ടുണ്ട്. പക്ഷെ അവര് ചെയ്ത ഒരു തെറ്റാണ്, ഈ വെറ്ററിനറി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കടാവർ സിസർ ഇതും ചെയ്യാനോ ഓപ്പറേറ്റീവ് സർജറി ഒക്കെ ഒഴിവാക്കിയത്. അല്ല, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പൊ വരുന്ന വിദ്യാർത്ഥികൾക്ക് എന്താ സിസർ ഓപ്പറേഷൻ അറിയില്ല. പ്രായോഗികമായിട്ട് അവർ പഠിക്കുന്നില്ല. ഡമ്മി കൊടുത്താൽ അവര് ചെയ്യും. ഡമ്മി ഡീലുണ്ട്. പക്ഷെ അവർക്ക് റിയൽ ലൈഫിൽ അവര് പേടിച്ചു പോകും.